അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 209. ദേവേട്ടാ, എന്നിട്ട് ബാക്കി പറ. അമേരിക്കയിൽ പോയ ശേഷം എന്തായി? ജ്വാല ഇന്നെല്ലാം അറിഞ്ഞിട്ടേ നിർത്തൂ എന്ന പോലെയാണ്. അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. അവിടെ ചെന്നിട്ടെന്താ, ഒരു മാറ്റം ഉണ്ടായില്ല. എല്ലാം പഴയ പോലെ തന്നെ. നിന്നെ മറക്കാൻ ശ്രമിക്കുന്തോറും നീ കൂടുതൽ എൻ്റെ ഉള്ളിലേക്ക് കയറിക്കൂടായിരുന്നു. ആകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. അതിനിടയിലാ ഒരിക്കൽ അപ്പൂനെ വിളിച്ചപ്പോ അവൻ ചരണിനെ കുറിച്ചും നിന്റെ തറവാട്ടിലുള്ളവരെ കുറിച്ചും അന്വേഷിച്ച് അതല്ല എന്നോട് പറഞ്ഞേ. അവന്റെ മുഖം വല്ലാതെ കനത്തു. ജ്വാല അവനെ മുഖമുയർത്തി നോക്കി. അവരെല്ലാം ചേർന്ന് നിന്നെ ചതിക്കായിരുന്നു എന്ന് അപ്പോഴാ മനസ്സിലായേ. നിന്റെ സ്വത്തുക്കള് അതിലായിരുന്നു അവരുടെ കണ്ണ്. അത് കിട്ടാൻ വേണ്ടി മാത്രം നിന്നോട് പ്രണയാണെന്ന് അഭിനയിച്ച ചരൺ. നിനക്ക് പിന്നെ സ്വന്തമായിട്ട് അഭിപ്രായമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് നീ ഒന്നും അറിഞ്ഞില്ല. ഇനി അറിഞ്ഞാലും പ്രതികരിക്കുകയില്ല. അവൻ പറഞ്ഞു നിർത്തി അവളെ നോക്കി. ജ്വാലയെല്ലാം ഒരു കഥ കേട്ടിരിക്കുന്നത് പോലെ കേൾക്കുകയാണ്. ചിലതെല്ലാം അഗ്നി മുന്നേ തന്നെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. മാത്രമല്ല, ഇപ്പോൾ അവരുടെ കാര്യം കേൾക്കുന്നത് പോലും അവൾക്ക് വെറുപ്പാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കുഞ്ഞാ? അഗ്നി സ്നേഹത്തോടെ ചോദിച്ചു. ഉണ്ട്, ബാക്കി പറ ദേവേട്ടാ. അവളുടെ ശബ്ദം നേർത്തുപോയി. അഗ്നിയെല്ലാം അവളോട് തുറന്നു പറയാൻ കാത്തിരുന്ന നാളായിരുന്നു അത്. ഇനി അവളോടൊന്നും മറച്ചു വെക്കാനില്ല എന്ന പോലെ അവൻ അവളുടെ തലമുടി തഴുകി. എല്ലാം കേട്ടപ്പോ അവിടെയുള്ള സകല എണ്ണത്തിനെയും കൊല്ലാനാ തോന്നിയേ. പക്ഷെ പാടില്ല, നിന്റെ മുഖോർത്തു. അതിനേക്കാൾ ഇനി പ്രായം നിനക്കൊരു പ്രശ്നമായാലും വേണ്ടിയില്ല, നിന്നെ അവിടെ തനിച്ചാക്കില്ല എന്ന് ഞാൻ മനസ്സിലുറപ്പിച്ചു. ഇങ്ങനെയുള്ള മനുഷ്യരുടെ കൂടെ ഒന്നും അറിയാതെ നീ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അപ്പൂനോട് നിന്നെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞയച്ചു. എനിക്കാണെങ്കിൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ വരാൻ കഴിയുന്ന അവസ്ഥയായിരുന്നില്ല. നീ അവിടെ സേഫ് അല്ലാന്ന് തോന്നിയാ നിന്റെ എതിർപ്പ് പോലും നോക്കാതെ നിന്നെ അവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരണമെന്ന് പോലും ഞാൻ അപ്പൂനോട് പറഞ്ഞായിരുന്നു. കാരണം ചരൺ നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു ഭയം. അഗ്നിയുടെ കൈകൾ അവളിൽ മുറുകി. ജ്വാല അവനെ കേട്ടിരുന്നതേയുള്ളൂ. ബാക്കിയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. ഞാൻ നാട്ടിലേക്ക് വന്നു, നിന്നെ കണ്ടു, ഇവിടേക്ക് വന്നു, പിന്നെ നമ്മുടെ വിവാഹം. ആ നാളുകളിലെല്ലാം നിന്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നു അപ്പു. ഇടയ്ക്ക് വെച്ച് പൊന്നൂനെ കുറിച്ച് അവനൊരു തെറ്റിദ്ധാരണ വന്നെങ്കിലും അതിപ്പോ മാറിയല്ലോ. പിന്നെ സുരഭി, അവളെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല അന്വേഷിച്ചപ്പോ അപ്പു അറിഞ്ഞ്. എന്റെ പിറകെ നടന്നതുപോലെ തന്നെ അവൾക്ക് കുറെ പേരുമായിട്ട് മോശം ബന്ധം തന്നെയുണ്ട്. അങ്ങനൊരു ബന്ധം എന്നിൽ നിന്ന് കിട്ടാത്തതിന്റെ ഭ്രാന്ത അവൾ അന്ന് കാണിച്ചേ. ഇനി എന്തായാലും അവള് വരില്ല. അഗ്നി പുച്ഛത്തോടെ പറഞ്ഞു. അല്പനേരം ഇരുവരും ഒന്നും മിണ്ടിയില്ല. ജ്വാല അഗ്നിയുടെ തോളിൽ തലവെച്ച് അങ്ങനെ കിടക്കുകയാണ്. എന്താ ആലോചിക്കുന്നേ? ഇപ്പോ എല്ലാം അറിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എൻ്റെ കുഞ്ഞിന്? അഗ്നി അവളുടെ കവിളി തഴുകി വാത്സല്യത്തോടെ ചോദിച്ചു. ഇല്ല. അവൾ അവനെ നോക്കി. അഗ്നിയുടെ നോട്ടവും അവളുടെ കണ്ണിൽ കുടുങ്ങിപ്പോയി. ഉള്ളിൽ വീണ്ടും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ. പക്ഷേ അല്പം മുന്നേ ഉണ്ടായ നിമിഷത്തിൽ തളർന്നുപോയ പെണ്ണിനെ വീണ്ടും നോവിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. നമുക്ക് കിടന്നാലോ? നിന്റെ മുഖത്ത് നല്ല ക്ഷീണം. അവൻ പറഞ്ഞതും ജ്വാലയൊന്നും മൂളി. അഗ്നി അവളെ പിടിച്ച് ബെഡിലേക്ക് കിടത്തി. നിനക്ക് ഈ മൂക്കുത്തി നന്നായി ചേരുന്നുണ്ട് കേട്ടോ. അവൻ അവളുടെ മൂക്കുത്തിയിൽ തട്ടി കുറുമ്പോടെ പറഞ്ഞു. നിക്കും ഒരുപാട് ഇഷ്ടായി ദേവേട്ടാ. അവളും ചിരിയോടെ പറഞ്ഞു. അഗ്നി അവളിലേക്ക് പതിയെ ചാഞ്ഞു വന്നതും അവളൊന്ന് വിറച്ചു. ദേ പോയെ, എനിക്ക് ഉറങ്ങണം. അവനെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് അവള് പറഞ്ഞു. അഗ്നി കള്ളച്ചിരിയോടെ അവന്റെ മീശ പിരിച്ചു വെച്ചു. ഇന്നേക്ക് വിട്ടേക്കുന്നു, പക്ഷെ നാളെ എന്തൊക്കെ പറഞ്ഞാലും നടക്കില്ല കേട്ടോ. ഇത്രയും കാത്തിരുന്നിട്ട് കിട്ടിയുള്ളൂ എനിക്ക്. അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാല അവനെ നോക്കാതെ നാണത്തോടെ മുഖം വെട്ടിച്ചു മാറ്റി. അത് കണ്ട് ചിരിയോടെ അഗ്നി അവൾക്ക് അടുത്തേക്ക് കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. അന്നത്തെ രാത്രി അവർക്ക് അത്രയും സ്പെഷ്യലായിരുന്നു. അഗ്നി അത്രമേൽ ആഗ്രഹിച്ച ദിവസം. അവന്റെ പ്രണയം എല്ലാ അർത്ഥത്തിലും അവന് സ്വന്തമായ ദിവസം. ശരീരത്തിലേക്ക് എന്തോ കൊണ്ടുകയറുന്ന പോലൊരു ചിണുക്കത്തോടെ ജ്വാല മറുവശം ചെരിഞ്ഞു കിടന്നു. പക്ഷെ അതേസമയം കഴുത്തിലും അതുപോലെ മുള്ളു തൊട്ടതുപോലെ. ജ്വാല കണ്ണുചിമ്മി തുറന്നുകൊണ്ട് ഒന്ന് മുന്നോട്ട് നോക്കിയെങ്കിലും അടഞ്ഞു പോകുന്ന കണ്ണുകൾ അങ്ങനെ തന്നെ അടച്ചു. കുഞ്ഞാ. എന്നാൽ കഴുത്തിൽ അഗ്നിയുടെ മീശ തൊട്ട് തലോടിക്കൊണ്ടുള്ള ആർദ്രമായ വിളിയിൽ അടഞ്ഞുപോയ കണ്ണുകൾ അതുപോലെ തുറന്നു ജ്വാല. കുഞ്ഞാ. അപ്പോഴേക്കും അവളുടെ നഗ്നമായ പുറമേനിയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരുന്നു അവന്റെ ചുണ്ടുകൾ. ദേവേട്ടാ. ജ്വാലയുടെ എല്ലാ ഉറക്കവും നിമിഷ നേരം കൊണ്ട് ഏതോ വഴിക്ക് പോയി. അഗ്നി ഒരു മൂളലോടെ അവളുടെ ഉദരത്തെ ചുറ്റിയപ്പോഴാണ് ദേഹത്ത് ഒരു പുതപ്പിന്റെ മറ പോലും ഇപ്പോഴില്ലാന്ന് ജ്വാല അറിയുന്നത്. പിടപ്പോടെ അവൾ പെട്ടെന്ന് മലർന്നു കിടന്നതും കള്ളച്ചിരിയോടെ അവളെ നോക്കുന്നുണ്ട് അഗ്നി. പക്ഷെ അവന്റെ കൈകളുടെ പോക്ക് ശരിയല്ല. കഴുത്തിലൂടെ ഒഴുകിപ്പോയ കയ്യിനെ വയറിലെത്തിയ നേരം പിടപ്പോടെ പിടിച്ചുവെച്ചു ജ്വാല. അഗ്നി അവളെ നോക്കി പുരികമുയർത്തി. ദേവേട്ടന് ഉറക്കമൊന്നുമില്ലേ? അവള് ചുണ്ടുകൂർപ്പിച്ചു. പിന്നെ ഞാൻ നല്ലോണം ഉറങ്ങിയല്ലോ, നേരം വെളുത്തു പെണ്ണെ. അഗ്നി പറഞ്ഞുകൊണ്ട് അവൾ പിടിച്ചുവെച്ച കൈയിനെ മോചിപ്പിച്ച് പിന്നെ അവളിൽ കുസൃതി കാണിച്ചു തുടങ്ങി. എന്താന്നേ ദേവേട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യാ? ഉറങ്ങിക്കിടക്കണ എന്റെ ദേഹത്തുനിന്ന് പുതപ്പ് മാറ്റി ഇങ്ങനെയൊക്കെ കാണുന്നത് മോശാ.
അവന്റെ നോക്കിലെ വശ്യത അറിഞ്ഞിട്ടും തുടുത്ത മുഖം അവൻ കാണാതിരിക്കാൻ എന്ന പോലെ അവന്റെ കയ്യിലേക്കൊക്കെ നോക്കിക്കൊണ്ടാണ് അവള് പറയുന്നത്. അതെ, അങ്ങനെ മോശാ കുഞ്ഞാ. പക്ഷെ പുതപ്പ് വേണ്ടാതെ എന്റെ ഭാര്യ തന്നെ ആ പുതപ്പ് വലിച്ചെറിഞ്ഞെങ്കിൽ കുഴപ്പമില്ലല്ലോ. അഗ്നി കവിളിൽ നെല്ലിക്കയുണ്ടാക്കിയൊരു വഷളച്ചിരി ചിരിക്കെ ജ്വാലയുടെ കണ്ണു പിടച്ചു. ഞാനോ? ഞാനങ്ങനെ ചെയ്യൂല. അവന്റെ കണ്ണിലേക്ക് നോക്കി പിടപ്പോടെ പറഞ്ഞവൾ. അയ്യടി, എന്താ അവളൊരു നല്ലവള്. എടി എടി, ആരോടാ നീ പറയുന്നേ? രാവിലെ എണീക്കുമ്പോ എന്നത്തെയും പോലെ എന്റെ കണി നിന്റെ കാലാ. കാല് മാത്രല്ല, വേറെയും കാണാ. നീ ഇങ്ങനെ ചെയ്യില്ലാന്നോ? അഗ്നി പുച്ഛിച്ചു. ജ്വാലയാകെ വിളറിപ്പോയി. എങ്കിലും അവനെ നോക്കി കണ്ണുരുട്ടി. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ പുതപ്പ് നേരെയിട്ട് തന്നാ ഞാൻ മാറ്റൂല. ഇതാരാ ഫാൻ ഓഫ് ആക്കിയേ? കറണ്ട് ഇല്ലേ? ഓ, അതുകൊണ്ടാവും ഞാൻ പുതപ്പ് മാറ്റിയേ. അഗ്നിയോട് സംസാരിക്കുന്നതിനിടയിൽ നോട്ടം ഫാനിലേക്ക് പോകവേ താൻ തന്നെയാവും ചൂട് സഹിക്കാൻ വയ്യാതെ പുതപ്പ് മാറ്റിയതെന്നൊരു നിഗമനത്തിലെത്തി ജ്വാല. അഗ്നി അതേ കുഞ്ഞ എന്ന പോലെ അവളെ നിഷ്കളങ്കമായി നോക്കി. പക്ഷേ ആ നോട്ടം അവൾക്ക് അത്ര അങ്ങോട്ട് വിശ്വാസമായില്ല. അവളൊരു സംശയത്തോടെ ഫാനിന്റെ സ്വിച്ചിലേക്ക് നോക്കി. പിന്നെ അഗ്നിക്ക് നേരെ തിരിഞ്ഞ് ചുണ്ട് കൂർപ്പിച്ച നേരം അവനൊരു ചിരിയോടെ അവളുടെ മേനിയിലേക്ക് ചേർന്നു. ദുഷ്ട, എന്തിനാ ഫാൻ ഓഫ് ആക്കിയേ? അവൾ അവന്റെ പുറത്തടിച്ചു. നീ ഉണരാൻ വേണ്ടി. ഇങ്ങനെ കാറ്റുകൊണ്ട് കിടന്നാ നീ ഉണരില്ലാന്ന് തോന്നിയപ്പോ ഓഫാക്കി. അല്ല, അതിപ്പോ നന്നായില്ലേ? അതുകൊണ്ട് പുതപ്പ് വലിച്ചെറിഞ്ഞ് നീ എണീറ്റില്ലേ? അത്രയും കുറുമ്പോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അഗ്നി പറയേ. ജ്വാലയ്ക്ക് അവനെ എന്ത് വേണമെന്ന് അറിയാതെയായി. കള്ളനാ. അവളൊരു ചിരിയോടെ അവന്റെ മീശയിൽ പിടിച്ചു. അതെ, കള്ളനാ. അപ്പോ കട്ടെടുക്കാനൊരു മോഹം. കുറെ നേരം നോക്കിയിരുന്നിട്ടും നീ വായും തുറന്നുറങ്ങുന്നു. അപ്പൊ തോന്നിയ ഐഡിയ. അഗ്നി കണ്ണിറുക്കി. എന്ത് കട്ടെടുക്കാൻ? അവന്റെ നോട്ടം കണ്ട് ഉമിനീർ വിഴുങ്ങി ജ്വാല. നിന്നെ അല്ലാതെന്ത്. ദേ, തടയരുത്, പറഞ്ഞേക്കാ. അഗ്നി ഒരു വീർപ്പോടെ പറഞ്ഞു. അതിനാര് തടഞ്ഞു? ജ്വാല തുടുത്ത മുഖത്തോടെ ചോദിച്ചു. സത്യം? അഗ്നി കണ്ണുവിടർത്തി. അതിനു വേണ്ടിയല്ലേ ഇത്ര ഒപ്പിച്ച്? പിന്നെന്തൊരു ചോദ്യം? ജ്വാല പറഞ്ഞുകൊണ്ട് ഉയർന്നു വന്നവന്റെ ചുണ്ടുകളെ ബന്ധിച്ചതും അഗ്നി കണ്ണുകളടച്ച് അവളെ തിരികെ ചുംബിച്ചു തുടങ്ങിയിരുന്നു. നീങ്ങാൻ ഇരുവർക്കും ഉടയാടുകൾ ബാക്കിയില്ലാത്തതുകൊണ്ട് തന്നെ അവളിൽ അഗ്നിയുടെ പ്രണയം നിറയ്ക്കാൻ കാത്തിരിക്കേണ്ടി വന്നില്ല. അവളെ ഒന്നാകെ അറിഞ്ഞുകൊണ്ടും അവൾക്കറിയാൻ തന്നിലും എന്തൊക്കെയുണ്ടെന്ന് അവളെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും നീങ്ങുന്ന യാത്ര. ഇടയ്ക്ക് കുഞ്ഞായെന്നും ദേവേട്ട എന്നും വിളിക്കുന്ന നേർത്ത ശബ്ദം മാത്രം. തടസ്സമില്ലാത്ത കൂടിച്ചേരലുകൾ. ഒടുവിൽ അവളിലേക്ക് തളർന്നു ചായവേ അഗ്നി കൈയെത്തിച്ച് ഫാന്റെ സ്വിച്ചിട്ട് ജ്വാലയുടെ നെറ്റിയിൽ ചുംബിച്ചു. ഇപ്പെന്തിനാ ഫാൻ? ചൂടാടി. അഗ്നി കുറുമ്പോടെ പറഞ്ഞു. ആണോ? പൊന്നുമോൻ ഇപ്പൊ ചൂടായല്ലേ? അവൾ അവന്റെ തലമുടിയിൽ ഒന്നുലച്ചു. വിയർക്കുന്ന ജോലിയല്ലേ ചെയ്തേ, അതുകൊണ്ടാ. അവളുടെ വാ ഇനി തുറക്കാത്ത വിധം ഒട്ടും നാണമില്ലാതെ അവൻ പറഞ്ഞതും ചുവന്ന മുഖത്തോടെ അവനെ തന്നിലേക്ക് ഒളിപ്പിച്ചു പൊതിഞ്ഞു പിടിച്ച് കണ്ണുകൾ അടച്ചു ജ്വാല. ഇനി മിണ്ടരുത്. ഒപ്പം പതിഞ്ഞൊന്ന് പറഞ്ഞു പെണ്ണ്. മിണ്ടില്ല. അവനും അത്രയും പതിയെ പറഞ്ഞു. അപ്പോഴും മായാത്തൊരു പുഞ്ചിരി ഇരുവരുടെയും ചുണ്ടിൽ ബാക്കിയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങൾ അഗ്നിയുടെയും ജ്വാലയുടെയും മാത്രമായിരുന്നു. അവരുടെ പ്രണയത്തിന് ആ വീടിന്റെ പല ഭാഗങ്ങളും സാക്ഷിയായി. ഇരുവരും പരസ്പരം കൂടുതൽ മനസ്സിലാക്കി, കൂടുതൽ അടുത്തു. അവരുടെ നിശ്വാസങ്ങൾ ആ വീട്ടിലുയർന്നു. പകൽ അടുക്കളയിൽ ജോലിക്ക് ഒരു ചേച്ചി വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ സമയം മാത്രം അഗ്നി അല്പം ഡീസൻ്റാണ്. അവളെ അവർക്കൊപ്പാക്കി അവൻ ഓഫീസിൽ പോയി വരും. എങ്കിലും ഉച്ച കഴിയുമ്പോഴേക്കും ആ സ്ത്രീ തിരികെ പോവും. അപ്പോഴേക്കും അഗ്നിയും തിരിച്ചെത്തും. ജ്വാലയ്ക്കും ഇപ്പോൾ അവന്റെ കുറുമ്പെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇടയ്ക്ക് അവനോട് പിണക്കം കാണിച്ചും എന്നാൽ അവൻ്റെ ഒരു ചേർത്ത് പിടിക്കലിൽ അവളിലെ ആ പിണക്കം പോലും അലിയിച്ചു കളഞ്ഞുകൊണ്ടും ഉള്ള നാളുകൾ. ഈ ദിവസങ്ങളിലൊന്നും കൗസ്തുഭത്തിന്ന് ആരും ജ്വാലയെ കാണാൻ നേരിട്ട് വന്നിട്ടില്ല. ഫോൺ വിളിക്കുമ്പോൾ അവളുടെ മുഖത്ത് പതിവിലും കൂടുതലായി തെളിയുന്ന സന്തോഷം എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ജ്വാലയും അഗ്നിയും മംഗലത്തേക്ക് വന്നിട്ടിപ്പോ 4 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 3 ദിവസം കൂടി കഴിഞ്ഞാൽ ജ്വാലയുടെ കോളേജ് തുറക്കും. അപ്പോഴേക്കും അവർക്ക് തിരികെ പോവണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. ആ മഴയും നോക്കി അഗ്നിയുടെ മടിയിലിരിക്കുകയാണ് ജ്വാല. അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ട്. ജ്വാല എന്തോ ആലോചനയിലാണ്. അഗ്നിയാണെങ്കിൽ ആ പെണ്ണിനെ നോക്കിയിരിക്കുന്നു. ഡി, എന്താ ആലോചിക്കുന്നേ? ജ്വാലയുടെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് അഗ്നി ചോദിച്ചു. ദേവേട്ടാ. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. പിന്നല്ലാതെ ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ നോക്കിയിരിക്കുക. അവളോ മഴയെ നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്നു. അഗ്നിയുടെ ചുണ്ടു കൂർത്തു. അത് കണ്ട് ജ്വാലയൊന്ന് ചിരിച്ചു. പതിയെ കവിളിൽ അവളൊന്ന് ചുംബിച്ചു. ചെക്കന്റെ വീർത്ത കവിൾ ഒന്ന് അയഞ്ഞിട്ടുണ്ട്. എങ്കിലും ചുണ്ട് കൂർത്തിരിപ്പാണ്. ഈ പിണങ്ങല്ല ദേവേട്ടാ, ഞാൻ നമ്മളിവിടെ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ ഓർക്കായിരുന്നു. അവൾ കുറുമ്പോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന്റെ കണ്ണൊന്ന് തിളങ്ങി. ആണോ? എന്താ ആലോചിച്ചേ? പറ. നമ്മൾ വന്ന രാത്രിയിലെ കാര്യങ്ങളാണോ? അതോ അത് കഴിഞ്ഞ് അഗ്നി അത്രയും പറഞ്ഞപ്പോഴേക്കും ജ്വാല അവന്റെ വാ പൊത്തിപ്പിടിച്ചിരുന്നു. ഒന്നുമില്ല, ഒന്നും മിണ്ടാതിരുന്നേ. വിക്കിക്കൊണ്ട് അവള് പറഞ്ഞു. അഗ്നി ചിരിയോടെ അവള് പൊത്തിപ്പിടിച്ച കയ്യിൽ ചുംബിച്ചു. ജ്വാലയെ കൈമാറ്റി അവനെ തറപ്പിച്ചൊന്ന് നോക്കി. എന്താടി പൂച്ചക്കുട്ടി ഇങ്ങനെ നോക്കുന്നേ?
ഞാൻ ഉള്ളതല്ലേ ചോദിച്ചുള്ളൂ. നീയല്ലേ പറഞ്ഞേ നീ നമ്മളിങ്ങോട്ട് വന്നത് മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു എന്ന്. അതാ ചോദിച്ചേ. അവൻ കണ്ണിറുക്കി. അതിന് അവള് പുരികമുയർത്തി. അല്ല കുഞ്ഞാ, ഇവിടെ നമ്മൾ വന്നപ്പോ തൊട്ട് ഇതാണല്ലോ ഇവിടുത്തെ വിഷയം. അവൻ അതും പറഞ്ഞ് ഇല്ലാത്ത നാണത്തോടെ കണ്ണു പൊത്തി. ജ്വാലയ്ക്ക് അവൻ പറയുന്നത് കേട്ട് നാണം തോന്നിയെങ്കിലും അവൾ അവന്റെ കൈതട്ടി മാറ്റി ആ മീശ പിടിച്ചൊന്ന് വലിച്ചു. ഹൂ, അഗ്നി പറഞ്ഞു. ഇനി ഇങ്ങനെ പറഞ്ഞാലുണ്ടല്ലോ. ഹാ, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചേ. അതും പറഞ്ഞ് അവൾ അവന്റെ മടിയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അഗ്നി അവളെ അതിനനുവദിക്കാതെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ഇപ്പൊ പോവണ്ട. അതല്ലെങ്കിൽ പിന്നെ എന്താ ആലോചിച്ചെന്ന് പറ. അഗ്നി ചോദിച്ചതും ജ്വാല ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. ദേവേട്ടാ, എന്താടാ? അവൻ ചോദിച്ചു. അത് ദേവേട്ടൻ പറഞ്ഞത് ഞാൻ ആലോചിച്ചു. ഇപ്പൊ ഞാൻ ദേവേട്ടന്റെ ഭാര്യയല്ലേ, എല്ലാ അർത്ഥത്തിലും നിന്നൊക്കെ ആലോചിക്കുമ്പോ സന്തോഷം തോന്നുക. അവൾ നിറഞ്ഞ ചിരിയോടെയാണ് പറയുന്നത്. പക്ഷേ അവനെ നോക്കുന്നില്ല. അഗ്നിയുടെ ചുണ്ടിലും ഒരു ചിരി കാണാനുണ്ട്. എനിക്കും, അവനും പറഞ്ഞു. അവൾ അവനെ ഒന്ന് മുഖമുയർത്തി നോക്കി. അവന്റെ കണ്ണിൽ പ്രണയമാണ്. ജ്വാല അങ്ങനെ തന്നെ വീണ്ടും കിടന്നു. പിന്നെ എനിക്കിപ്പോ ഇവിടുന്ന് പോവാൻ തോന്നണില്ല ദേവേട്ടാ. അതിനെക്കുറിച്ചാ ഞാൻ ആലോചിച്ചേ. ജ്വാല പറഞ്ഞു. അതെന്താപ്പ അങ്ങനെ? അപ്പോ എന്റെ കുഞ്ഞിനെ നമ്മുടെ വീട്ടിലേക്ക് പോവണ്ടേ? അവനിൽ വാത്സല്യം. വേണം. പക്ഷെ നമ്മൾ രണ്ടാളും ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് സ്നേഹിച്ചതെല്ലാം ഇവിടെ വെച്ചല്ലേ. അതുകൊണ്ടായിരിക്കും ദേവേട്ടാ. പതിഞ്ഞുപോയി ജ്വാലയുടെ ശബ്ദം. അത് ശരിയാ. പക്ഷെ എന്റെ കുഞ്ഞിന് പഠിക്കണ്ടേ? അതിന് അവിടെ പോയാലല്ലേ പറ്റൂ. അഗ്നി അവളുടെ മുഖം പിടിച്ചുയർത്തി. അതെ, പക്ഷെ എന്തോ ഒരു സങ്കടം. ദേവേട്ടൻ അറിയോ, ഇവിടെ വെച്ച് എൻ്റെ അച്ഛയും അമ്മയും പോയ ശേഷം ഞാൻ ഒരിക്കലും മനസ്സ് നിറഞ്ഞ് ചിരിച്ചിട്ടില്ല. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി പോയതോടെ ചെറുതായി ഉണ്ടായിരുന്ന സന്തോഷം പോലും ഇല്ലാതായല്ലോ. അവള് പറഞ്ഞു. ഇനി എന്തിനാ അതൊക്കെ ഓർക്കുന്നേ കുഞ്ഞാ? അവനിൽ ആ സമയം ആ പെണ്ണിനോട് വാത്സല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് ഇവിടെ എനിക്ക് സങ്കടങ്ങള്, നഷ്ടങ്ങൾ മാത്രം തന്നിടാ ദേവേട്ടാ. പക്ഷെ എല്ലാത്തിനും മുകളിൽ എൻ്റെ കണ്ണ് എനിക്ക് തന്ന വലിയ സന്തോഷാ ദേവേട്ടൻ. അതുകൊണ്ട് ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങള് എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാ. അതുകൊണ്ടാ തോന്നണു എനിക്ക് ഇവിടുന്ന് പോവാൻ തോന്നണില്ല. പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു. അഗ്നിക്ക് ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നിപ്പോയി. അവളെ അടക്കിപ്പിടിച്ച് ആ മുഖം മുഴുവൻ ചുംബനങ്ങൾ നൽകുമ്പോഴും അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. എന്റെ കുഞ്ഞ, എന്തിനാ അതിന് കരയുന്നേ? ഇത് നിന്റെ തറവാടല്ലേ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. എത്ര ദിവസം വേണമെങ്കിലും താമസിക്കുകയും ചെയ്യാം. പിന്നെ അന്ന് ഞാൻ പറഞ്ഞത് നീ മറന്നുപോയോ? കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാ താമസിക്കാൻ പോകുന്നേ എന്നും. അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കി. എല്ലാം മനസ്സിലായതുപോലെ പെണ്ണ് തലയാട്ടുമ്പോഴും കണ്ണ് നിറയുന്നുണ്ട്. അഗ്നിയുടെ മുഖം വീർത്തുപോയി. നിന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ശരിയാക്കി തരാം ഞാൻ. കപട ദേഷ്യത്തോടെ അവളോട് അതും പറഞ്ഞുകൊണ്ട് അഗ്നി അവളെ ഇരുകൈയിലുമായി കോരിയെടുത്ത് ചേറിൽ നിന്നും എഴുന്നേറ്റു. ജ്വാല ഞെട്ടിക്കൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. യോ, എന്തായി ചെയ്യണേ? വിടു ദേവേട്ടാ. അവള് കുതറി. ആ, വിട്ട തന്നെ. നിനക്കല്ലേ ഇവിടെ നിന്ന് കിട്ടിയ ഓർമ്മകള് മറക്കാൻ വയ്യാന്ന് പറഞ്ഞേ. അപ്പോ ഒരിക്കൽ കൂടി നിന്നെ ഞാൻ ഓർമ്മിപ്പിച്ചു തരാം. അവളുടെ വയറിൽ ഇക്ലിയാക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞതും ജ്വാല അവനെ മിഴിച്ചു നോക്കി. ഏ? അവള് ചോദിച്ചു. ഏ അല്ല, വേറെ രാഗം പഠിപ്പിച്ചു തരാം, വാടി ഇങ്ങോട്ട്. അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അഗ്നി അവളുമായി മുകളിലേക്ക് നടക്കുമ്പോൾ ജ്വാലയുടെ പൊട്ടിച്ചിരി അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. തുടരും.